ജെറൂസലം മതിലുകൾ തകർന്ന് അതിൻ്റെ കവാടം അഗ്നിക്കിരയായി അതേപടി കിടക്കുന്നു. ഇതറിഞ്ഞ് നിലത്തിരുന്ന് കരയുകയും ദിവസങ്ങളോളം വിലപിക്കുകയും ഉപവസിക്കുകയും ചെയ്ത നെഹെമ്യാ പ്രവാചകനെ പോലെ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആത്മാക്കൾക്കായി നമുക്കും പ്രാർത്ഥിക്കാം. മതിലുകൾ പാപത്തിൻ പ്രകമ്പനത്തിൽ തകരുമ്പോൾ കണ്ണീരൊഴുക്കാതെ ഞാനെങ്ങനെ ഉറങ്ങും? സിയോന്റെ കുഞ്ഞുങ്ങൾ പാപത്തിൻ പെരുവഴിയിൽ മയങ്ങുമ്പോൾ കണ്ണീരൊഴുക്കാതെ ഞാനെങ്ങനെ ഉറങ്ങും? യെരൂശലേമിൻ മതിലുകൾ പാപത്തിൻ പ്രകമ്പനത്തിൽ തകരുമ്പോൾ കണ്ണീരൊഴുക്കാതെ ഞാനെങ്ങനെ ഉറങ്ങും? സിയോന്റെ കുഞ്ഞുങ്ങൾ പാപത്തിൻ പെരുവഴിയിൽ മയങ്ങുമ്പോൾ കണ്ണീരൊഴുക്കാതെ ഞാനെങ്ങനെ ഉറങ്ങും? ആത്മാക്കളെ തരിക, എന്റെ സർവ്വവും എടുത്തുകൊള്ളുക. 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 നമ്മൾ കാണുന്നുണ്ട് ജോഷുവയുടെ പുസ്തകത്തിൽ ദൈവം എപ്പോഴും അഭിഷേകം കൊടുക്കുമ്പോൾ ഇറ്റ് കംസ് വിത്ത് എ മിഷൻ ആൻഡ് ഫോർ എ മിഷൻ. ഞാൻ നേരത്തെ ഒരു വിഷനെ കുറിച്ച് പറഞ്ഞിരുന്നു. ആൻഡ് വിത്ത് യുവർ വിഷൻ യു നീഡ് എ മിഷൻ ടു അക്കംപ്ലിഷ്. ഒരു ദർശനത്തിന്റെ ഒപ്പം നമുക്ക് ചെയ്യേണ്ട ഒരു ദൗത്യം ദൈവം തരുന്നുണ്ട്. ജോഷുവയുടെ പുസ്തകത്തിലെ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച് ഇഷ്ടപ്പെട്ട ഒരു വചന വാഗ്ദാനമാണ് 5:1-5 നമ്മൾ വായിക്കുന്നു. നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. ഞാൻ മോശയോടുകൂടെ എന്ന പോലെ നിന്നോടുകൂടെയും ഉണ്ടായിരിക്കും. ഒരിക്കലും നിന്നെ കൈവിടുകയില്ല. ശക്തനും ധീരനുമായിരിക്കുക. ഈ ജനത്തിന് നൽകുമെന്ന് ഇവരുടെ പിതാക്കന്മാരോട് ഞാൻ വാഗ്ദാനം ചെയ്തിരുന്ന ദേശം ഇവർക്ക് അവകാശമായി വീതിച്ചു കൊടുക്കേണ്ടത് നീയാണ്. എന്റെ ദാസനായ മോശ നൽകിയിട്ട് എല്ലാ നിയമങ്ങൾ അനുസരിക്കുകയും ശക്തനും ധീരനുമായിരിക്കുകയും ചെയ്യുക. ഇവയിൽ നിടംബലം വ്യതിചലിക്കരുത്. നിന്റെ ഉദ്യമങ്ങളിലെല്ലാം നീ വിജയം വരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ധൈര്യത്തിന്റെ ആത്മാവ് പിതാവ് പറഞ്ഞു, സ്നേഹത്തിന്റെ ആത്മാവ്. ഈ ധൈര്യവും സ്നേഹം എന്തിനാ തരുന്നത്? ഇഫ് യു ആർ റെഡി ഫോർ എ മിഷൻ, ദൈവത്തിന്റെ ദൗത്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ആത്മാവിനെ നൽകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 20 നമ്മൾ വായിക്കുന്നുണ്ട്. അഗൈൻ ജീസസ് കംസ് ആൻഡ് അനോയിന്റ്സ് ഹിസ് പീപ്പിൾ. ഒരിക്കൽ കൂടി അഭിഷേകം ചെയ്യാണ്. അവിടെ വാഗ്ദാനം നൽകുന്നുണ്ട്, സമാധാനം നിങ്ങളോടുകൂടെ. ഒരു സ്ഥലത്ത് ധൈര്യം കൊടുക്കുമ്പോൾ ഒരു സ്ഥലത്ത് സമാധാനം കൊടുക്കുന്നു. 21-ാം വചനം 20-21. നിങ്ങൾക്ക് സമാധാനം എന്റെ പിതാവ് അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു.
ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ജോഷുവയോട് പറഞ്ഞു, നിന്റെ കൂടെ ഞാനുണ്ട്, മോശയോടെന്ന പോലെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഈ ദൈവ സാന്നിധ്യം നമുക്ക് ലഭിക്കുവാൻ പ്രിയമുള്ളവരെ നമ്മൾ ഈ ദൗത്യം ഏറ്റെടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ 2 വിധ ദൗത്യമുണ്ട്. ഒന്ന് സ്നേഹം, നമ്മുടെ കുടുംബങ്ങളിൽ സ്നേഹം, ജീവൻ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകണം. വീണ്ടും ഈ ജീവൻ ലോകത്തെല്ലാ മനുഷ്യരിലും ഉണ്ടാകണം. പക്ഷെ ഇതിന് നമ്മളൊരു വില കൊടുക്കേണ്ടതുണ്ട്. അവിടെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം വരുന്നത്. ഞാൻ ഇതിനു വേണ്ടി കർത്താവിൻ്റെ ഈ സ്നേഹം അനുഭവിച്ചപ്പോൾ, ഇതിനു വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ എൻ്റെ മാതാപിതാക്കള് വട്ടമുടക്കി. കാരണം അവർക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റണില്ല. വളരെ എതിർപ്പുകളുണ്ടായി. ഞാനൊരു ബിസിനസ്സുകാരൻ, ആദ്യം ഒരു ബിസിനസ്സാണ് ചെയ്തിരുന്നത്. നല്ലൊരു റബ്ബറിൻ്റെ എക്സ്പോർട്ടിങ് എനിക്കുണ്ടായിരുന്നു. ഒരു 45-50 ടൺ മാസത്തിൽ ബിസിനസ് ചെയ്തിരുന്നു. അങ്ങനെ ഒരു ബിസിനസ് എടുക്കുമ്പോൾ ഈ ഒരു വചനപ്രകാരം സുവിശേഷത്തിന് വേണ്ടി ജീവിക്കണമെന്ന് അവർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ എൻ്റെ വിവാഹത്തിന് 1 മാസം മുമ്പ് ആ ബിസിനസ് നിർത്തേണ്ടി വന്നു. കാരണം ഞാൻ വചനപ്രകാരമുള്ള സുവിശേഷ പ്രകാരമുള്ള ബിസിനസ് നടത്താൻ അന്ന് എൻ്റെ മാതാപിതാക്കൾക്ക് താല്പര്യമില്ല. എൻ്റെ പോളിസി അനുസരിച്ച് എൻ്റെ വരുമാനത്തിൻ്റെ 50% ദൈവരാജ്യ വേലയ്ക്കുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം അവർ പറഞ്ഞു 10 ബൈബിളിൽ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു 10 അല്ല. സ്നാപകയോഹന്നാൻ വന്നപ്പോൾ അത് 50 ആക്കി. യേശുക്രിസ്തു വന്നപ്പം അത് 100 ആക്കി. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ 200 ആക്കി. നിന്റെ കൂടെ 1 മൈല് നടക്കേണ്ടവൻ്റെ കൂടെ 2 മൈല്. അതാണ് നമ്മുടെ വിളി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പണം മുടക്കത്തില്ല എന്ന് അവർ പറഞ്ഞു. പിന്നെ വഴിയൊന്നുമില്ല, ബ്ലേഡിൽ നിന്ന് എടുക്കാൻ പറ്റില്ല, സ്ത്രീധനം വാങ്ങി ബിസിനസ് നടത്താനും പറ്റില്ല. അതുകൊണ്ട് പരിപാടി നിർത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷെ അന്ന് വിവാഹത്തിന് വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രിയ അവളോട് പറഞ്ഞു, എൻ്റെ ലക്ഷ്യം ഇതാണ്, ഇതിന് കൂടെ പോരാങ്കിൽ മാത്രം വന്നാൽ മതി. അവൾ പറഞ്ഞു, ഞാൻ റെഡിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ കോഴിക്കോടാണ് ജനിച്ചോളൂ. 25 വർഷം അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ അപ്പൻ കോളേജിലെ പ്രൊഫസർ, ദേവഗിരി കോളേജിലെ പ്രൊഫസറാണ്. അങ്ങനെ 3000 രൂപയായി ഞാനും എൻ്റെ ജീവിത പങ്കാളിയും എറണാകുളത്തേക്ക് വണ്ടി കയറി. കർത്താവ് പറഞ്ഞു, നിന്റെ സ്ഥലം ഇനി ഇവിടെയല്ല, നീ നാട് വിടണം. അങ്ങനെ എറണാകുളത്തേക്ക് വരികയാണ്. 3000 രൂപ തുടങ്ങിയതാണ്. ഇന്ന് ഒരു 6 വർഷം മുമ്പ് ഞാനൊരു സ്ഥാപനത്തിൽ നിന്ന് റിസൈൻ ചെയ്തു. ആ സ്ഥാപനത്തിന് ജനറൽ മാനേജർ awarded as the best general manager in India by Mitsubishi, because എൻ്റെ സെയിൽസ് ടീം സർവീസ് ടീം ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ടീമായിരുന്നു. കാരണം ഒന്നേ ഉള്ളൂ, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങളുടെ സ്ഥാപനം 8.5 കോടി രൂപ കടബാധ്യതയിലുണ്ടായിരുന്ന സ്ഥാപനം ഇന്ത്യയിൽ 36ാമത്തെ റാങ്ക്, ഏകദേശം 150ഓളം തൊഴിലാളികൾ. എങ്കിലും ദൈവത്തിന്റെ അരൂപി ജോഷുവയുടെ എന്ന പോലെ ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ അരുളി ആ സ്ഥാപനത്തിൽ സുവിശേഷം പ്രഘോഷിക്കാൻ തുടങ്ങി. എൻ്റെ ബോസ് 50 വയസ്സുള്ള മനുഷ്യനാണ്. ദിവസവും വെള്ളമടിച്ചുകൊണ്ടിരിക്കും. കാരണം 8.5 കോടി രൂപ കടബാധ്യത, ബാങ്കുകാർ, നാട്ടുകാരെല്ലാം ഫോൺ വിളിച്ച് ബഹളം വെച്ചുകൊണ്ടിരിക്കും. അദ്ദേഹത്തോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചു. ഞാൻ അവിടുത്തെ ഏറ്റവും താഴ്ന്ന ജോലിക്കാരനായിട്ടാണ് ജോലിക്ക് കയറിയത്. 159ാമത് ഒരു കോണിയുടെ അടിയിലാണ് എൻ്റെ സീറ്റ്. 1200 രൂപയാണ് ആദ്യത്തെ ശമ്പളം. പക്ഷെ അവിടെ നിന്ന് സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങി. ആ സ്ഥാപനത്തിൽ കർത്താവ് പ്രവർത്തിക്കാൻ തുടങ്ങി. 1 വർഷത്തിനകത്ത് എൻ്റെ ബോസിനോടും കയറി പറഞ്ഞു, സാറേ ഇങ്ങനെ വെള്ളം അടിച്ചിരുന്നിട്ട് കാര്യമില്ല, ഒരു ധ്യാനം കൂടണം. അപ്പൊ വെള്ളമടിച്ചിരുന്നാൽ ശരിയാവില്ല, രക്ഷപ്പെടില്ല. അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണോടോ? അപ്പം ഒരു ധ്യാനം കൂടെ. എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന ഞാൻ വിചാരിച്ചത്. പക്ഷേ അദ്ദേഹം, എവിടെയാ പോകേണ്ടത്? ദൈവമേ, പ്രിയമുള്ളവരെ, ഇതുപോലെ ദാഹിച്ചിരിക്കുന്ന 10,000 ലോകത്തിലുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്തൊരു പ്രത്യേകതയുണ്ട്. ഞാൻ പറഞ്ഞ ഒരു നല്ല സ്ഥലമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ സിസ്റ്റർ ഡാഫ്നിയ അന്ന് എന്നെ നയിച്ച സിസ്റ്ററാണ്. സിസ്റ്റർ അടുത്ത് കൊണ്ടുപോയി ഒരു ധ്യാനം കൂടി. അദ്ദേഹം മനസാന്തരപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ 4 മക്കൾ ആ സ്ഥാപനം മനസാന്തരപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ 8.5 കോടി കടബാധ്യത മാറി. ഇന്ത്യയിലെ 36ാം സ്ഥാപനം 1ാമത്തെ സ്ഥലത്തെത്തി. അങ്ങനെ ദൈവത്തിന്റെ വലിയ കൃപ. അവിടെ 3 പ്രയർ ഗ്രൂപ്പുകൾ ഞങ്ങളെ സ്ഥാപനത്തെ സ്ഥാപിച്ചു. ഏറ്റവും താഴ്ന്ന ഗ്രേഡിനൊന്ന്, മാനേജേഴ്സിനൊന്ന്, മുതലാളിയും കുടുംബത്തിന് അവരെ കുടുംബപ്പെട്ടവർക്ക്. അങ്ങനെ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഇത്രമാത്രം ദാഹത്തോടെ ലോകം വരും ഒരു രക്ഷയ്ക്ക് വേണ്ടി. പലവിധ പ്രശ്നങ്ങളിൽ കിടക്കുമ്പോൾ നമ്മൾ
നമ്മുടെ ജീവിതം കുടുംബമായിട്ട് നിൽക്കുമ്പോഴാണ് ഈ പ്രശ്നം. ജീവിത വ്യഗ്രത എന്ന് പറഞ്ഞൊരു സാധനം പിടിക്കും നമ്മളെ. അത് സാത്താൻ കൊണ്ടുതരുന്ന. പലപ്പോഴും നമ്മുടെ വിശ്വാസമൊക്കെ പോകുന്ന അവിടെയാണ്. നമ്മളെ വിശ്വാസം പലപ്പോഴും ദൈവമുണ്ട്, യേശുവാണ് ആ ദൈവം, ആ ദൈവത്തെ ആരാധിക്കുന്നു, കുമ്പിടുന്നു, പ്രാർത്ഥിക്കുന്നു, വിശ്വാസം പ്രഘോഷിക്കുന്നു, ആ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വിശ്വാസമായി നമ്മൾ വിചാരിക്കുകയാണ്. എന്നാൽ ദൈവമുണ്ട് എന്നുള്ള വിശ്വസിക്കുന്നതിന് വലിയ അർത്ഥമൊന്നുമില്ല. വചനം പറയുന്നു, യാക്കോബ് 2:19 പറയുന്നു, സാത്താനും അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. ഇനി ആ ദൈവം യേശുവാണെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം സാത്താനാണ് ഏറ്റവും കൂടുതൽ യേശുവിനെ വിളിച്ചു പറഞ്ഞ ആള്. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ആ ദൈവ ത്രിത്വമാണ് സാത്താൻ അറിയാം. സാത്താൻ പലപ്പോഴും ആണയിട്ട് പറയാറുണ്ട്. മഹോന്നതനായ ദൈവത്തിന്റെ നാമത്തിൽ ആണയിട്ടുകൊണ്ട്, യേശുവേ ദൈവത്തിന്റെ പുത്രൻ അങ്ങോട്ട് കൽപ്പിക്കുന്നത്, ഞങ്ങളെ പീഡിപ്പിക്കരുത്. അത്രമാത്രം വിശ്വാസം ബോധ്യമുണ്ടായിരുന്നാണ് സാത്താൻ. സാത്താൻ പലപ്പോഴും ദൈവത്തെ ആരാധിച്ചിരുന്നു. കാൽക്കൽ വീട് കുമ്പിട്ടാണ് പലപ്പോഴും പ്രാർത്ഥിച്ചിരുന്നത്, വിശ്വാസം പ്രഖ്യാപിച്ചിരുന്നു. പക്ഷെ ചിലപ്പോഴെങ്കിലും നമ്മുടെ വിശ്വാസ ജീവിതം ഇത്രയത്തിൽ നമ്മൾ നിർത്തും. ഇതല്ല വിശ്വാസം. ഇത് സാത്താനുണ്ടായിരുന്ന വിശ്വാസമാണ്. ഇതിന്റെ അപ്പുറത്തേക്ക് ദൈവം നമ്മളെ വിളിക്കുകയാണ്. എന്താണ്? വയലിലെ ലില്ലികളെ എടുത്ത് പറയുകയാണ്, ഇത് നോക്കിയിട്ട് പറയാ, ഈ ലില്ലികളെ ഇത്രയധികം അലങ്കരിക്കുമെങ്കിൽ, നാളെ വാടിപ്പോകുന്ന ഈ റോസാപ്പൂവിനെ ഇത്രമാത്രം അലങ്കരിക്കുമെങ്കിൽ, അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികമായി ഞാൻ അലങ്കരിക്കുകയില്ല. ഹല്ലേലൂയ. നിങ്ങൾ ഒന്നിനെ കുറിച്ച് ആകുലപ്പെടണ്ട. ഇത് വിജാതീയരാണ് അതിനെക്കുറിച്ച് ആകുലപ്പെടുന്നത്. പ്രിയമുള്ളവരെ, ഇതിന്റെ ഒരു ഭംഗി പറയാണ്, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യുമെന്ന് ജീവനെ കുറിച്ചോ, എന്ത് ധരിക്കുമെന്ന് വസ്ത്രത്തെ കുറിച്ചോ നിങ്ങൾ ആകുലപ്പെടണ്ട. ആകുലതയുണ്ടോ? അതേ ഇന്നത്തെ സുവിശേഷ പ്രഘോഷകർക്കുള്ളൂ. എന്റെ മക്കളുടെ ജീവിതം എന്താവും, ഭാവി എന്താവും? ഇന്ന് ഒരു 90% സുവിശേഷ പ്രഘോഷകരുടെ മക്കള് എന്താ നോക്കിയാൽ അവരെല്ലാം എങ്ങനെയല്ലേ എഞ്ചിനീയർ ആക്കുക, ഡോക്ടർ ആക്കുക, വലിയ വലിയ. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം നമ്മുടെ ജീവിതം. കാരണം നമുക്കെല്ലാം ഒരു അരക്ഷിതാവസ്ഥ കിടക്കുകയാണ്. എന്നാൽ ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു, നമ്മുടെ മക്കളെ ആരെയും എഞ്ചിനീയറും ഡോക്ടറും ആക്കുന്ന പ്രശ്നമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം അതല്ല ജീവിത വഴി. അതുണ്ടെങ്കിൽ കുഴപ്പമില്ല, പോയിക്കോട്ടെ. പക്ഷേ ജോലി ചെയ്തിട്ടല്ല നമ്മൾ ജീവിക്കേണ്ടത്. കാരണം ജീവനേക്കാളും നിങ്ങൾ എന്ത് ഭക്ഷിക്കുന്നു, പാനം ചെയ്യുന്നു, ജീവനെ കുറിച്ചോ എന്ത് ധരിക്കുന്ന വസ്ത്രത്തെ കുറിച്ച് നിങ്ങൾ ആകുലപ്പെടണ്ട. കാരണം ജീവൻ ഭക്ഷണത്തെക്കാൾ ശ്രേഷ്ഠമല്ലേ? ശരീരം വസ്ത്രത്തെക്കാൾ ശ്രേഷ്ഠമല്ലേ? ആണോ? എന്റെ അർത്ഥം എന്താ? വചനം നമുക്കറിയാം. ജീവനാണോ ഭക്ഷണമാണോ വലുത്? ജീവൻ. ഈ ജീവൻ നിങ്ങൾക്ക് ദൈവം നൽകിയത് നിങ്ങളുടെ പ്രാർത്ഥനയോ അധ്വാനമോ നോയമ്പോ ഉപവാസമോ പഠനമോ കൊണ്ടാണോ? അല്ല. അതെങ്ങനെ? എന്താണ്? സൗജന്യം, ദാനം. എങ്കിൽ അത് നിലനിർത്തേണ്ട ദൈവം തരുവോ? വിശ്വാസമുണ്ടോ? എവിടെ? കീശയിലാണ് വിശ്വാസം, ബാങ്കിലാണ് വിശ്വാസം, ജോലിയിലാണ് വിശ്വാസം, നമ്മുടെ സ്ഥലവാലങ്ങളിലാണ് വിശ്വാസം കിടക്കുന്നത്. ആ വിശ്വാസം കൊണ്ടൊന്നും ലോക സുവിശേഷവൽക്കരണം നടക്കില്ല. ഇടവക ചിലപ്പോൾ ഒരു പ്രെയർ ഗ്രൂപ്പൊക്കെ സംഘടിപ്പിക്കാൻ പറ്റും, എന്നാലും കുറച്ച് കഴിയുമ്പോൾ അത് പോവും. ശരീരമാണോ വസ്ത്രമാണോ വലുത്? ശരീരം. ഈ ശരീരം നിങ്ങൾക്ക് ലഭിച്ചത് നിങ്ങളുടെ ആരെങ്കിലും ഗുണമോ പ്രാർത്ഥനയോ കഴിവുകൊണ്ടാണോ? അല്ല. എന്താണ്? ദാനമാണ്. ദാനമായി തന്നെങ്കിൽ അത് ഉടുപ്പിക്കാനുള്ള വകുപ്പ് തരുവോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വാസം ഉണ്ടോ? ഉണ്ട്. ആർക്കാ വിശ്വാസം? എന്നോട് ചിലപ്പോ ചോദിക്കും, 6 മക്കളെയൊക്കെ എങ്ങനെ വളർത്തും? ദൈവം വളർത്തും. ഹല്ലേലൂയ. 6 അല്ല 60 വന്നാലും എന്റെ അപ്പം വളർത്തും. ഹല്ലേലൂയ. ഇന്ന് ഞങ്ങൾക്ക് ഒരു ഗ്രാം സ്വർണം വീട്ടിലില്ല, ഒരു ഷെയർ ഇല്ല, ഞങ്ങൾ ആരും ഇൻഷുറൻസ് എടുത്തിട്ടില്ല, ഞങ്ങൾക്ക് ആർക്കും 1 സെന്റ് ഭൂമിയില്ല. എങ്കിലും ദൈവം മനോഹരമായിട്ട് ഈ ശുശ്രൂഷകൾ നടത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന് ചില വില കൊടുക്കണം. എൻ്റെ ജീവിത പങ്കാളിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു, അവളൊരു വക്കീലാണ്. അപ്പൻ ഹൈക്കോടതിയിലെ വക്കീലാണ്. കോടതിയിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഒന്ന്
വീശിയൊക്കെ നടക്കണം, മയിലോടെന്നൊക്കെ ഒന്ന് പറയാൻ വലിയ ആഗ്രഹം. അപ്പോഴാണ് ആദ്യത്തെ കുഞ്ഞ് വയറ്റിൽ വരുന്നത്. സ്വപ്നങ്ങളൊക്കെ മാറ്റി വെക്കേണ്ടി വന്നു. പിന്നെ വെച്ചാൽ രണ്ടാമത്തേത് വന്നിട്ട് പോകാൻ കുറച്ച് കഴിഞ്ഞ് മനസ്സിലായി, നിങ്ങൾ ജീവന്റെ സുവിശേഷകരാകേണ്ടവരാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ജോലി വെച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഈ മക്കളെ ഒന്നും ജനിപ്പിച്ച് വളർത്തിക്കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് എത്തിക്കാൻ പറ്റില്ല. അങ്ങനെ അവളും അവളുടെ സ്വപ്നം മാറ്റിവെച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ 12 ഞങ്ങളുടെ ലക്ഷ്യം, 6 പേരെ കിട്ടിയുള്ളൂ. ദൈവം സമൃദ്ധമായി അനുഗ്രഹിച്ചിരി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പക്ഷെ അവിടെ തീരുന്നില്ല. ഈ സുവിശേഷ വേലയ്ക്ക് ഞാൻ ഇറങ്ങി നടക്കുമ്പോൾ ഞാൻ പറഞ്ഞ സ്ഥാപനത്തിൽ എത്തി നിൽക്കുകയാണ്. സ്ഥാപനമൊക്കെ ഉയർന്നു വന്നു. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ ആ സ്ഥാപനത്തിലെ ഒരാൾക്ക്, ഡയറക്ടർ 4 പേര്, അതിലൊരാൾക്ക് ഒരു ചെറിയ അസൂയ എന്നോട്. ഇവനിങ്ങനെ പൊന്തിയൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ ഒരു വിഷമം. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം വന്ന് പറഞ്ഞു, എൽവിസേ, നമ്മൾ 2 പേരും കൂടി ഈ സ്ഥാപനത്തിൽ നിന്നാൽ ശരിയാവില്ല, ആരെങ്കിലും ഒരാളെ നിൽക്കാൻ പറ്റുള്ളൂ. വളരെ കൂളായിട്ട് വന്നിട്ട് പറയാണ്. ഞാൻ പറഞ്ഞു, ഏതായാലും ഞാനിവിടെ നിന്നിട്ട് സാറ് പോകുന്നത് ശരിയല്ല, അതുകൊണ്ട് സാറ് നിൽക്കുക. പിന്നെ രണ്ടാമത് എനിക്ക് ഇങ്ങനെ ഈ സുവിശേഷം എല്ലാം എല്ലായിടത്തും പറഞ്ഞു നടക്കുന്ന എനിക്കൊരു ജനറൽ മാനേജറെയാണ് വേണ്ടത്. അയ്യോ, ഞാൻ പറഞ്ഞു സുവിശേഷം പറയാൻ പറ്റില്ല, ജോലി എടുക്കാൻ എനിക്കും താല്പര്യമില്ല. ഉടനെ അത് എന്നാ പിന്നെ ഒന്ന് റിസൈൻ ചെയ്തേക്ക്. ഒരു ചെറിയ സംഭാഷണത്തിൽ ആ ജോലി വിട്ടിറങ്ങി പോന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാരണം വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജനറൽ മാനേജറായിട്ട് ഇരിക്കാനൊന്നുമല്ല ജീവിതം മാറ്റിവെച്ചത്. ഇന്ന് അതിനുശേഷം കർത്താവ് 22 രാജ്യങ്ങളിൽ എന്നെ കൊണ്ടുപോയി സുവിശേഷം പറയാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പണ്ട് കേരളം മുഴുവനാണ് ഓടിക്കൊണ്ടിരുന്നത്, എന്നാൽ അതിൽ നിന്ന് മാറുകയാണ്. ഓരോ വേദനകളും ഓരോ ത്യാഗങ്ങളും ഓരോ സഹനങ്ങളും ദൈവം അഭിഷേകം കൊണ്ട് നിറയ്ക്കാൻ ഉപയോഗിക്കുകയാണ്. അത് കഴിഞ്ഞ് ഉടനെ തന്നെ ഞങ്ങളുടെ 5ാമത്തെ കുഞ്ഞ് അപ്പോൾ ഗർഭത്തിലുണ്ടായിരുന്നു. പക്ഷെ ജോലി പോയതിന്റെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ബ്ലീഡിങ് വന്നു. സ്കാൻ ചെയ്ത കുഞ്ഞ് മരിച്ചുപോയി. ഹാർട്ട് ബീറ്റ് നിന്ന് കിടക്കും. അങ്ങനെ വൈഫ് പ്രിയ ലേബർ റൂമിൽ കിടക്കുകയാണ്. അങ്ങനെ രാവിലെ കൊണ്ട് അഡ്മിറ്റ് ചെയ്ത് ഡെലിവറിക്ക് വേണ്ടി കാത്തിരിക്കുക. ഇൻഡ്യൂസ് ചെയ്ത് വരുന്നില്ല. എന്നാലും കാത്തിരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ നാട്ടുകാരൊക്കെ ഉണ്ട്. എല്ലാവരും ചോദിച്ചു, നിന്റെ ദൈവം അവിടെ പോയി, നിന്റെ ജോലിയും പോയി, നിന്റെ കുഞ്ഞും പോയി, നീ ഇനി സുവിശേഷം പറഞ്ഞു തന്നിട്ട് കാര്യമൊന്നുമില്ല, ദൈവം നിന്നെ ഉപേക്ഷിച്ചു. ഞാൻ പറഞ്ഞു, ദൈവം ഒരിക്കലും ആരും ഉപേക്ഷിക്കാറില്ല. ഹല്ലേലൂയ. എന്നാൽ കർത്താവിന്റെ ദാസരെ സ്വർണം അഗ്നിയിൽ ശോധന ചെയ്യുന്നത് പോലെ ദൈവം തന്റെ ദാസന്മാരെ സഹനത്തിന്റെ ചൂളയിൽ ശോധന ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ മാത്രമേ നിന്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് നിന്റെ ജഡത്തിന്റെ മേൽ സ്വാധീനം ചെലുത്തുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അഭിഷേകം കിട്ടണമെങ്കിൽ സഹിക്കണം, വേറെ വഴിയില്ല. നോ ഷോർട്ട് കട്ട്. സഹനമില്ലാതെ ആത്മാവ്, ഉള്ളിൽ കിടക്കുന്ന ആത്മാവ് പുറത്തു വരില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ വൈഫിനോട് പ്രിയനോട് ചോദിച്ചു, നാളെ ഒരു ധ്യാനം ഏറ്റെടുത്തിട്ടുണ്ട്, ലേബർ റൂമിൽ കാത്തിരുന്നാൽ പരിപാടി മുടങ്ങും, എന്താ ചെയ്യുക? എന്നേക്കാൾ തീക്ഷ്ണതയുള്ള ഒരു ഭാര്യനെ തന്നുകൊണ്ട് കുഴപ്പമില്ല, ചേട്ടൻ പൊയ്ക്കോ, ഞാൻ മാനേജ് ചെയ്തോളാം. അങ്ങനെ ഞാൻ പുറകു വശത്തു കൂടി ഇറങ്ങി സ്ഥലം വിട്ടു കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർ വന്നിട്ട്, കുഞ്ഞ് വരുന്നില്ല, ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റണം, DNC ചെയ്യണം, ഭർത്താവിന്റെ ഒപ്പ് വേണം. ഭർത്താവിനെ തപ്പിയപ്പോൾ ഭർത്താവിനെ കാണാനില്ല. ഞാൻ ഇങ്ങനെ ഒരു ചതി പ്രതീക്ഷിച്ചില്ല. പുറത്തെല്ലാവരും ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ്. കുഞ്ഞു പോയി മരിച്ച, ആകെ പ്രശ്നം കിടക്കണം. അപ്പോ അപ്പനുണ്ട്, അമ്മയുണ്ട്, അമ്മായി എവിടെ, എൽവിസ് അവിടെ ഒപ്പിട്ട് പറയും. അപ്പോ എൽവിസിനെ കാണാനില്ല. അവസാനം ലേബർ റൂമിന് സൈഡിൽ വിളയിട്ടിരിക്കുന്നു. കയറി ചോദിച്ചു, അവനവിടെ പോയി. അത് ധ്യാനിപ്പിക്കാതിരിക്കുക. കൊച്ചു മരിച്ചു കിടക്കുമ്പോ ധ്യാനിപ്പിക്കാൻ പോകുന്ന വിവരമില്ലാത്ത, നിനക്കെങ്കിലും ബോധം വേണ്ടേ, നിനക്ക് പറയാമോ? കർത്താവല്ലേ നമ്മളെ നോക്കണത്, ഭർത്താവല്ലല്ലോ. അതുകൊണ്ട് എവിടെയാന്ന് വെച്ചാൽ ഒപ്പിട്ട് കൊടുത്തേക്ക്, ഞാൻ ലേബർ റൂമിലേക്ക് പോയിക്കോളാം. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അത് അത്ര സുഖമുള്ളൊരു പരിപാടി അല്ല കേട്ടോ. പക്ഷേ വി ആർ ഓൺ എ മിഷൻ. കൊച്ചും മരിക്കാം, ജോലി പോകാം, ബട്ട് യുവർ മിഷൻ കണ്ടിന്യൂസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം തന്നൊരു മിഷൻ പൂർത്തീകരിക്കണം. ഇങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ട്. ഒരു കഥ കൂടി പറയാം, ഒരു സംഭവം കൂടി പറയാം. ഞങ്ങളുടെ 12ാമത്തെ കുഞ്ഞ് ഇതേപോലെ 3-ാം മാസത്തെ ചെക്കപ്പിന് പോയി തിരിച്ചു വന്നപ്പോൾ വീണ്ടും ഒരു സദ്വാർത്ത. അത്ര സുഖമുള്ള വാർത്തയല്ല. കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് നിന്നു, മരിച്ചു കിടക്കുകയാണ്. തൃശ്ശൂരുള്ള ചാലക്കുടി അപ്പുറത്തുള്ള ഡോക്ടറെ കാണും. അദ്ദേഹം പറഞ്ഞു, ഒന്നുകിൽ ഇവിടെ കിടക്കുക, എന്നിട്ട്
ഇനി മരുന്ന് വെക്കാം, കൊച്ച് ഡെലിവറി ബ്ലീഡ് ചെയ്ത് പോകും. ഞങ്ങൾ പറഞ്ഞു അതിന് വഴിയില്ല, വീട്ടിൽ 6 പേരുണ്ട്, അതുങ്ങളെല്ലാം എവിടെയൊക്കെ ആവും, വീട്ടിൽ എന്തായാലും പോകണം. സാധാരണ വീട്ടിൽ പോയി കിടന്നോ, മരുന്ന് വെച്ച് ബ്ലീഡ് ചെയ്ത് പോകും. അങ്ങനെ മരുന്ന് വെച്ച് വിട്ടു. വീട്ടിലെത്തിയപ്പോൾ ഒരു കാര്യമുണ്ട്, അന്നും ഒരു ധ്യാനം തുടങ്ങുകയാണ് വൈകുന്നേരം. അപ്പോൾ ചോദിച്ചു, എന്താ ചെയ്യുക? വിഷമമുണ്ട്, അതിന് നല്ല വിഷമമുണ്ട്. കാരണം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ഏറ്റവും വേദനയുള്ളൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ. എന്താണെന്നറിയാവോ? കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട അമ്മമാർക്കറിയാം, കുരിശിൻ ചോട്ടിൽ നിൽക്കുന്ന മറിയത്തിനറിയാം. പ്രത്യേകിച്ച് ഗർഭത്തിലുള്ള കുഞ്ഞ്. അത്ര അടുപ്പം അപ്പന്മാരോടൊന്നും ഇല്ല കേട്ടോ. അപ്പന്മാർ പുറത്തു വന്നതിനോട് ഉള്ളിലുള്ളതിനോട് വലിയ അറ്റാച്ച്മെന്റ് ഒന്നുമില്ല. നമുക്ക് പിന്നെ വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയില്ല. പക്ഷെ ഐ നോ ഹൗ പെയിൻഫുൾ ഇറ്റ് ഈസ് ഫോർ എ മദർ. മരിച്ചു കിടക്കുന്നു, കുഞ്ഞ് ഉദരത്തിൽ കിടക്കുന്നു, അതേത് നിമിഷം പോകപ്പെടാം. ഏറ്റവും വേദന തിങ്ങി നിറയുന്നൊരു സമയം. ഞാൻ ചോദിച്ചു, ധ്യാനത്തിന് പോണോ, ഇവിടെ നിന്ന് ശുശ്രൂഷിക്കണോ? Can you manage it? I can manage it. You go. Hallelujah. Hallelujah. വീട്ടിൽ 6 പിള്ളേർ സ്കൂളിൽ പോയിരിക്കുകയാണ്. ഏത് നിമിഷം ബ്ലീഡ് ചെയ്യാം. വളരെ വേദന നിറഞ്ഞ ഒരു ബ്ലീഡിങ്ങിലൂടെ ആ കുഞ്ഞും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ഷി വാസ് ഓൾ അലോൺ അറ്റ് ഹോം. ബ്ലീഡ് ചെയ്ത് താഴെ വീഴുകയാണ്. അത് തുടയ്ക്കണം. ആ കുഞ്ഞ് കയ്യിൽ കാണുന്നു, അതിന് മാമോദീസ മുക്കണം. പക്ഷേ ഭർത്താവ് ഒരു മിഷനിൽ പോയിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ മിഷൻ നിർത്താൻ പറ്റില്ല. കാരണം 100-200 യുവാക്കന്മാർ ധ്യാനിക്കാൻ വന്നിരിക്കുകയാണ്. ബ്ലീഡിങ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ ഇരിക്കാൻ പറ്റില്ല. ഇതേപോലത്തെ ചില വേദനകളുടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബിക്കോസ് യു ആർ ഓൺ എ മിഷൻ. പ്രിയമുള്ളവരെ, ഈ ദൗത്യം ഏറ്റെടുക്കുന്ന എല്ലാവർക്കും സൗജന്യമായി കിട്ടുന്നതാണ് പരിശുദ്ധാത്മാഭിഷേകം. ഹല്ലേലൂയ. I will be with you as I was with Moses. മോശയോടെന്ന പോലെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. എന്തിനാണ്? എന്റെ രാജ്യം സ്ഥാപിതമാക്കാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് അതേ അമ്മ അപ്പൻ ഇന്ന് എൻ്റെ കൂടെയുണ്ട് ഞങ്ങളുടെ ശുശ്രൂഷയിൽ. അവരാണ് എന്നെ സ്പോൺസർ ചെയ്യുന്ന പാർട്ടിക്കാരൻ. പ്രൈസ് ദി ലോർഡ്. കാരണം അവരും ഈ സത്യത്തിലേക്ക് വരികയാണ്. ഇന്ന് എൻ്റെ അപ്പൻ, അമ്മ, എൻ്റെ അനിയൻ, അനിയന്റെ ഭാര്യ, എൻ്റെ അനിയത്തി, അളിയൻ എല്ലാവരും ഈ വേലയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയമുള്ളവരെ, മത്തായി സുവിശേഷം ഈശോ പറയുന്നുണ്ട്, God will be with you if you do one thing.